വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വയ്ക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. കൂടടക്കം സ്ഥാപിച്ച കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാലാണ് മയക്കുവെടി വയ്ക്കുക. മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം പരിക്ക് പറ്റിയ കടുവ ആണെങ്കിൽ വെറ്ററിനറി പരിചരണം നൽകും. കടുവയെ തുരത്താൻ വയനാട്ടിൽ നടപടി ആരംഭിച്ചു. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. സനസിയുടെ വിവരങ്ങൾ നൽകാനായി സനിസ വിശദാംശങ്ങൾ. അനീഷ, കുറച്ച് സമയം മുൻപാണ് ഇത്തരത്തിൽ വനം വകുപ്പിൽ നിന്നും കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറത്തു വന്നത്. നോർത്ത് വയനാട് ഡിവിഷൻ മാനന്തവാടി റേഞ്ചിലെ പച്ചിലക്കാട് പടിഞ്ഞേത്തറ പ്രദേശത്താണ് കടുവ ഇറങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിൽ വെള്ളമുണ്ട ഫോറസ്റ്റ് സെക്ഷനിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. പ്രദേശവാസികളടക്കം പ്രതിഷേധത്തിൽ വന്നൊരു സാഹചര്യമായിരുന്നു. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ ആദ്യത്തെ നടപടി എന്നോളം ഇതിനെ വനം വകുപ്പിൽ നിന്ന് ട്രേസ് ചെയ്ത് അടുത്ത ഘട്ടമായിട്ട് കൂട് സ്ഥാപിച്ച് പിടികൂടാനാണ് ശ്രമിക്കുക. എന്നാൽ ഈ രണ്ട് ശ്രമങ്ങളും ഇവിടെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് നീങ്ങിയിട്ടുള്ളത്. ഈ പച്ചിലക്കാട് വയനാട്ടിലെ ഈ പ്രദേശം ജനസാന്ദ്രതയുള്ള കാപ്പി വിളവെടുപ്പ് നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങളിലേക്കാണ് വനം വകുപ്പ് കടക്കുന്നത്. ആദ്യഘട്ടം എന്നോണം NTCAയുടെ SOP അനുസരിച്ച് സാങ്കേതിക സമിതി രൂപീകരിച്ച് നടപടികളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അതൊക്കെ പരാജയപ്പെട്ടതോടെയാണ് ഇപ്പോൾ മയക്കുവെടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടിയതിനു ശേഷം മുൻപ് പരിക്ക് പറ്റിയ കടുവയാണെങ്കിൽ അതിനെ വെറ്റിനറി പരിചരണത്തിൽ ശുശ്രൂഷിച്ചതിന് ശേഷമായിരിക്കും ഉൾവനത്തിലേക്ക് കടത്തിവിടുക. അനീഷ, ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്.